ജാഗോ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങൾ വന്നിരുന്നത്. ഞാൻ ടീൻസ് മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, നാഷണൽ ടീൻസ് ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് കുട്ടികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കുട്ടികളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും അവരോട് നമുക്ക് ചേർന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് മനസ്സിന് സന്തോഷമാണ് തരുന്നത്. കാരണം ഒത്തിരി പേർക്ക് ഉള്ളിൽ ഈശോയെ കിട്ടുവാനുള്ള ആഗ്രഹമുണ്ട്. നമ്മളത് കൊടുക്കുമ്പോഴത്തേക്കും അവരത് ഒത്തിരി റിസീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ജാഗോ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിന് വളരെ നല്ല ഒരു മുന്നേറ്റം നല്ല നൽകും. അതുപോലെ തന്നെ ഇവരുടെ എല്ലാം പേഴ്സണൽ ലൈഫിലും ഒരുപാട് മുന്നേറ്റം വരുന്നുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന ഒരു ഇൻചാർജ് ഇവിടെ കൺഫെഷനായിരുന്നു. അപ്പോൾ ഞാനിവിടെ പലപ്പോഴും നമ്മൾ അച്ഛന്മാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പുകാർ വന്ന് കുമ്പസാരത്തിന് വേണ്ടി വരുന്നുണ്ട്, ആഗ്രഹിച്ച് വരുന്നുണ്ട്. കുമ്പസാരം കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ അവരുടെ റിന്യൂവൽ വരാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നു. അത് ജാഗോയുടെ ഏറ്റവും വലിയൊരു നന്മയായിട്ട് ഞാൻ കാണുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ ജാഗയെക്കുറിച്ചുള്ള അച്ഛൻ്റെ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു ഡിഫറെൻറ്റ് തിങ് ആണ്. കാരണം നമ്മൾ കുറേ വർഷങ്ങൾ കൂടിയിരുന്ന് ജിസു തലകൾ ഒന്നിച്ച് വരുന്നു. പല സ്ട്രീംസ് ഉണ്ടായിരുന്നു, ടീൻസ് ഉണ്ടായിരുന്നു, കിഡ്സ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ യൂത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴും നമുക്ക് കൂടുതലായിട്ടുള്ള എക്സ്പ്ലോറേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ളവരുടെ ആ ഒരു ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് താനും. രണ്ടുകൂടെ ചേരുമ്പോഴായിരുന്നു നമുക്ക് ആ ബ്യൂട്ടിഫുൾ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇത്രയും യൂത്ത് വരുന്നതും ഭയങ്കര സന്തോഷമാണ്. അവരും ഒത്തിരി പേര് ആഗ്രഹിച്ച് വരുന്നു, പുതിയ ഒത്തിരി പേര് വരുന്നു. ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്നതാണ്. ജാഗോ ഇപ്പം എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ രണ്ട് സ്ട്രീം ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴും ജാഗോയ്ക്കകത്ത് വർക്ക് നടക്കുന്നത് മുഴുവൻ കർത്താവിൻ്റെ പ്രോഗ്രാംസാണ്. അപ്പം കർത്താവ് അതിനെ നോക്കിക്കോളും. കർത്താവ് തന്നെ എല്ലാവരെയും കൊണ്ടുവരും.